നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നത് പോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടുന്ന കുറ്റങ്ങളും കൂടുന്നതായാണ് കാണുന്നത്. പറയേണ്ടതില്ലല്ലോ, ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സ്വപ്ന സുരേഷും സരിതയുമാണ്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ മുന്നണികളെ വട്ടം ചുറ്റിച്ച പേരുകൾ. പറയത്തക്ക വിദ്യാഭ്യാസമില്ലാത്ത ഇവർ അധികാരത്തിന്റെ ഇടനാഴികളിലെ പവർ ബ്രോക്കർമാരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു, കേട്ടു. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കേണ്ടതില്ല. കാരണം വർത്തമാനകാലത്ത് നാം എല്ലാം കണ്ടും അറിഞ്ഞും പോകുന്നതാണല്ലോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട എന്ന കുപ്രസിദ്ധി മടിക്കാരി മറിയയുടെ പേരിലാണ്. ഇങ്ങോട്ട് ആക്രമിച്ചവരെ മാത്രം മറിയ തിരിച്ചാക്രമിച്ചു. ഒരു വ്യാജവ്യാറ്റ് സംഘത്തെ ഒറ്റയ്ക്ക് നയിച്ചു. പുരുഷന്മാരെ വെല്ലുന്ന തലയെടുപ്പോടെ പുരുഷ സംഘത്തിന്റെ നേതാവായി. വ്യാജവാറ്റിന് പ്രസിദ്ധമായിരുന്ന തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ മറിയ ഉൾപ്പെട്ട ഒട്ടേറെ അക്രമ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും മറിയയുടെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായില്ല. കേസെടുക്കാനുള്ള തെളിവുകളൊന്നും മറിയ അവശേഷിപ്പിച്ചില്ല. ഇങ്ങോട്ട് ആക്രമിച്ചവരെയൊക്കെ മറിയ വെറുതെ വിട്ടതുമില്ല. എന്നാൽ പിന്നീട് ഇതെല്ലാം അവസാനിപ്പിച്ച മറിയ വ്യാജവ്യാറ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ജീവിതം മാറ്റിവെക്കുകയായിരുന്നു. പോലീസ് രേഖകളിൽ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഗുണ്ട എന്ന വിശേഷണം ശോഭ ജോണിനാണെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറിയയെ ഗുണ്ടയായി നാടറിഞ്ഞിരുന്നു. മറിയ അന്ന് ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്ന് കഥ മാറി. പെൺഗുണ്ടകളും പെൺമാഫിയകളും പ്രൊഫഷണലായി തന്നെ കളം നിറഞ്ഞാടുകയാണിപ്പോൾ. വിവാഹ തട്ടിപ്പും ബ്ലാക്ക് മെയിലിങ്ങും ഹണി ട്രാപ്പും കോടികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ സ്ത്രീകൾ കണ്ണികളായ സംഭവങ്ങൾ നിരവധിയാണ്. കോളിളക്കം സൃഷ്ടിച്ച കിളിരൂർ കവിയൂർ കേസുകളിലെ പ്രതി ലതാ നായർ, ഐസ്ക്രീം പാർലർ പെൺവാടിഫ കേസിലെ റജിന ശ്രീദേവി, സുലൈൽ വധക്കേസിലെ പ്രതി ബിനി, ശോഭ, സരിത, ശാലിനി, അനുശാന്തി, സുറുമി, ജലറാണി, റുക്സാന, ബിന്ധ്യ തുടങ്ങിയ ശാലീന സുന്ദര നാമങ്ങൾ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമൂഹം ചർച്ച ചെയ്തത്. ഇവരാരും ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ ആൺതുണയും ഉണ്ടാകും. എന്നാൽ കാമുകനെ കൊന്ന് ഡോക്ടർ ഓമന നാടിനെ ഞെട്ടിച്ചത് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. കാമുകനെ വെട്ടി നുറുക്കി സ്യൂട്ട് കേസിലാക്കുക, ഇത് നാടിന്റെ പല ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുക. കണ്ണൂർ സ്വദേശി ഡോക്ടർ ഓമനയുടെ കേസ് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. 1996 ജൂലൈ 11 സംഭവം നടന്നത്. മറ്റൊരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ച കാമുകനെ ഊട്ടിയിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമ മുറിയിലാണ് കൊലപാതകം നടന്നത്. കൊലയ്ക്ക് ശേഷം മൃതദേഹം വെട്ടിമുറിച്ച് സ്യൂട്ട് കേസിലാക്കി. ഒരു ചെറിയ അശ്രദ്ധ, അല്ലെങ്കിൽ കൈപ്പിഴ, അല്ലെങ്കിൽ ദൈവം അവശേഷിപ്പിച്ച തെളിവിന്റെ തരിമ്പ്, ഓമന പിടിക്കപ്പെട്ടു. 1998 അവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. 2 വർഷത്തിന് ശേഷം 2001 പരോളിലിറങ്ങിയ ഓമന പിന്നീട് തിരികെ വന്നില്ല. ഇന്റർപോൾ അവരെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. മരിച്ചുവെന്നും ഇല്ലെന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ 20 വർഷങ്ങൾക്കിപ്പുറവും ഓമനയെപ്പറ്റി പോലീസിന് ഒരു വിവരവുമില്ല. ശോഭ ജോൺ കേരളം കണ്ട ഒരു കുപ്രസിദ്ധ വനിതാ കുറ്റവാളി. ഒറ്റയ്ക്കുള്ള താമസം, തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് ബ്ലേഡ് മാഫിയയുടെ അടുത്തയാൾ. പല ഗുണ്ടാ സംഘങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമൊക്കെയായി അടുത്ത ബന്ധം. വില കൂടിയ ആഡംബര കാറുകൾ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ഇഷ്ടവിനോദം. വിലയേറിയ കസവുള്ള കൈത്തറി സാരികളാണ് ഡിസൈനർ വെയർ. കൊച്ചിയിൽ വെച്ച് ഒരു തന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിലെ 1-ാം പ്രതി. തിരുവനന്തപുരത്തെ ആൽത്തറ വിനീഷ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയെ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് നാട്ടുകാർ കാണെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരക. പ്രതിയെന്ന് സംശയിക്കുമ്പോഴും മറ്റു പ്രതികളുടെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട് പോലീസിലെ ഉന്നതരുമായി വിലപേശിയവൾ. ഒടുവിൽ പോലീസ് ഒരുക്കിയ വലയിൽ നാടകീയമായി കുരുങ്ങി കോടതിയിലെത്തി. പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ പരസ്യമായി ന്യായാധിപന് വില പറഞ്ഞു ശോഭ. എനിക്കെന്തായാലും ജാമ്യം കിട്ടിയേ തീരൂ, എത്ര പണം വേണമെങ്കിലും മുടക്കാം, അതല്ല എന്നെ റിമാൻഡ് ചെയ്യാനാണ് ഭാവമെങ്കിൽ അതിനിട്ട് ഞാൻ പണി തരുമേ എന്നാണ് വിധിക്കായി കാത്തുനിൽക്കെ ശോഭ കോടതിയിൽ പുലമ്പിയത്. ചുരുക്കത്തിൽ ഗോഡ് മദർ എന്ന ഹിന്ദി ചിത്രത്തിൽ ഷബാന ആസ്മി അവതരിപ്പിച്ചതുപോലെ ഒരു ഫീമെയിൽ ഡോണിന്റെ പ്രതിച്ഛായ. ഡോക്ടർ രമണി ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളിൽ ഒരാൾ, MBBS ഡോക്ടർ. കേരളത്തെ ഞെട്ടിച്ച ശബരിനാഥ് എന്ന യുവാവിന്റെ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ ഏറെക്കാലം ഒളിവിൽ കഴിഞ്ഞ ശേഷം നിവൃത്തിയില്ലാതെ കോടതി മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു ഡോക്ടർ രമണി. ടോട്ടൽ ഫോർ യു കേസിൽ മന്ത്രിപുത്രന്മാർക്കും പങ്കുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ തുറന്നടിച്ച് സംസ്ഥാന പോലീസിനെ വട്ടം ചുറ്റിച്ച സ്ത്രീ. തന്റെ മൊഴിക്ക് തെളിവായി
മന്ത്രിപുത്രന്മാരുടെ പേരുകൾ ഒഴിവാക്കിയാൽ കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് ചില ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്യുന്ന സംഭാഷണം റെക്കോർഡ് ചെയ്ത് കോടതിക്ക് മുന്നിൽ എത്തിച്ചവൾ. ഇതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ചതായിരുന്നു ഭാസ്കര കാർണവർ വധക്കേസ്. 2009 നവംബർ 9 ഭാസ്കര കാർണവർ കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ടത്. മരുമകൾ ഷെറിന്റെ അവിഹിത ബന്ധങ്ങളാണ് കൊലപാതകത്തിന് കാരണമായത്. നിർധന കുടുംബത്തിലെ അംഗമായ ഷെറിനെ ഭാസ്കര കാർണവർ മരുമകളാക്കിയത് ബുദ്ധിമാന്ദ്യമുള്ള മകനെ ശുശ്രൂഷിക്കുമെന്നോർത്താണ്. എന്നാൽ ഭർത്താവിന്റെ പണത്തിൽ ദൂർത്തടിച്ചു നടക്കാനും ഇഷ്ടമുള്ളവർക്കൊപ്പം കഴിയാനുമായിരുന്നു ഷെറിന് താല്പര്യം. തന്റെ ആവശ്യങ്ങൾക്ക് പണം നൽകാതെ നിയന്ത്രണം വെച്ചപ്പോൾ അവളുടെ പക കടുത്തു. സ്വത്ത് വിഹിതം വെച്ച ആധാരത്തിൽ നിന്ന് തന്റെ പേരൊഴിവാക്കിയെന്നറിഞ്ഞതോടെയാണ് കൊലപാതകം അവൾ പ്ലാൻ ചെയ്തത്. സുഹൃത്തും കാമുകനുമായ ബാസിദ് അലിയെയും ഒപ്പം കൂട്ടി. മോഷണത്തിനിടെ മരണം നടന്നുവെന്ന് കാണിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പാളിപ്പോയി. ഇതിനേക്കാളെല്ലാം പുറമെ പെൺവാണിഭ കേസുകൾ അനവധിയാണ്. അതിൽ നേരിട്ട് സ്ത്രീകൾ കുറ്റവാളികൾ ആകുന്നു. വിതുര കേസ് ഇപ്പോഴാണ് തീർപ്പായത്. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ മിക്കവരും രക്ഷപ്പെട്ടെങ്കിലും അവരുടെയെല്ലാം ജീവിതം പിൽക്കാലത്ത് ദുരിതപൂർണമായത് നിയതിയുടെ നിശ്ചയമാകാം. സ്വന്തം മക്കളുടെ ഘാതകരായി ലോകത്തിന്റെ മുഴുവൻ വെറുപ്പ് ഏറ്റുവാങ്ങി മക്കളുടെ കൊലപാതകത്തിൽ പ്രതികളായി സമൂഹത്തെ ഞെട്ടിച്ച പെറ്റമ്മമാരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അങ്ങനെയുള്ള പെൺപേരുകളുടെ എണ്ണവും കേരളത്തിൽ കൂടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്തിനും ഏതിനും അമ്മേ എന്നുയരുന്ന കുഞ്ഞു വിളികളെ എങ്ങനെയാണ് പെറ്റമ്മയ്ക്ക് നിശബ്ദമാക്കുവാൻ കഴിയുന്നത്? ഭർത്താവിനെയും കുഞ്ഞിനെയും കൊല്ലാൻ കാമുകനൊപ്പം പദ്ധതിയിട്ട ടെക്നോ പാർക്ക് ജീവനക്കാരി അനുശാന്തിയുടെ കഥയും കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. 2014 ഏപ്രിലിൽ ആറ്റിങ്ങലിലാണ് സംഭവം നടന്നത്. ടെക്നോ പാർക്കിലെ സഹപ്രവർത്തകനായ നിനോ മാത്യുവുമൊത്ത് ജീവിക്കാനാണ് മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യത്തിന് അനുശാന്തി കൂട്ടുനിന്നത്. അതിന് കൊന്നു തള്ളിയത് 3.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെയും ഭർത്തൃമാതാവിനെയുമാണ്. ഭർത്താവാകട്ടെ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. വിദ്യാസമ്പന്നയും ധനികയുമായ അനുശാന്തി ക്രൂരകൃത്യം ചെയ്തത് കാമുകന് വേണ്ടി തന്നെയാണ്. തിരുവാണിയൂരിൽ 2013 ഒക്ടോബറിലായിരുന്നു 4 വയസ്സുള്ള മകളെ കൊല്ലാൻ റാണി കാമുകന്മാർക്ക് കൂട്ടുനിന്നത്. കാമുകന്മാർ മകളെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന് കുഴിച്ചിട്ടു. റാണി ഒന്നും അറിയാത്തവളെ പോലെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി. ഇതും മറ്റൊരു അവിഹിത ബന്ധത്തിന്റെ കഥയുടെ അവസാനമാണ്. കോഴിക്കോട് കൂടത്തായിയിൽ 6 കൊലപാതകങ്ങൾ നടത്തി ജോളി കേരളക്കരയെ ശരിക്കും ഞെട്ടിച്ചു. ജോളി സ്വത്ത് തട്ടാൻ വേണ്ടിയും അവിഹിത ബന്ധത്തിനുമായി 6 പേരെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തുവന്ന വാർത്തകൾ. പക്ഷേ പണമാണോ പ്രണയമാണോ ജോളിയെ സീരിയൽ കില്ലറാക്കിയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. ഷാജുവിനോടുള്ള പ്രണയം സ്വന്തം ഭർത്താവിനെയും ഷാജുവിന്റെ ഭാര്യയെയും മകളെയും കൊല്ലാൻ ജോളിയെ പ്രേരിപ്പിച്ചു എന്ന വാർത്തകൾ വരുമ്പോഴും ആ പ്രണയം വെറും അഭിനയമാണെന്നും സ്വത്താണ് ജോളിയുടെ പ്രണയത്തിന് പിന്നിലെന്നും കഥകൾ പരന്നു. കൂടത്തായി കൊലപാതകത്തിന് സമാനമാണ് പിണറായിയിലെ കൊലപാതകവും. കൂടത്തായിയിൽ സംഭവിച്ചതുപോലെ ഒരു വീട്ടിൽ 4 മാസത്തിനിടെ 3 മരണങ്ങൾ സംഭവിച്ചു. കാമുകനൊപ്പം ജീവിക്കുവാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും കുട്ടികളെയും സൗമ്യ കൊല്ലുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായി ജയിലിലായ സൗമ്യ വിചാരണ നടക്കുന്നതിനിടയിൽ ജയിൽ വളപ്പിലെ കശുമാവിൽ സാരിത്തുമ്പിൽ തൂങ്ങി ജീവനൊടുക്കുകയും ചെയ്തു. ഭർത്താവിനെയും കുഞ്ഞിനെയും ഒഴിവാക്കി കാമുകനൊപ്പം പോവാൻ വേണ്ടി 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞു കൊന്ന അമ്മയാണ് ശരണ്യ. അതും ഒരു പ്രണയവിവാഹത്തിന്റെ ദുരന്തപൂർണമായ പര്യവസാനമായിരുന്നു. 18-ാം വയസ്സിൽ ആദ്യ വിവാഹം, പിന്നീട് മകന്റെ ഘാതകി. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന്റെ കൂട്ടുകാരനുമായുള്ള ചാറ്റിങ്ങും വഴിവിട്ട ബന്ധവുമാണ് ശരണ്യയെ കൊണ്ട് ഈ അരുംകൊല ചെയ്യിച്ചത്. കാമുകനൊപ്പമുള്ള സ്വൈര ജീവിതത്തിന് സ്വന്തം മകൾ ഒരു തടസ്സമാകുമെന്നായപ്പോൾ 16 വയസ്സുള്ള തന്നോളം വളർന്ന മിടുക്കിയായ തൻ്റെ മകളെ കൊന്നുതള്ളുകയായിരുന്നു നെടുമങ്ങാട് സ്വദേശി മഞ്ജുഷയും. അമ്മയുടെ പങ്കാളി അരുണിന്റെ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി മരണത്തിന് കീഴടങ്ങിയ തൊടുപുഴയിലെ 7 വയസ്സുകാരനെ ഓർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചിലൊരു വിങ്ങലാണ്. ഇവിടെയും കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലി നൽകി നോക്കി നിന്നൊരു അമ്മയുണ്ട്. അമ്മ, ഭാര്യ, സംരക്ഷക എന്നിങ്ങനെ സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം വളരെ വലുതാണ് കേരളത്തിൽ. സ്ത്രീ കുറ്റവാളികളുടെ എണ്ണം പെരുകുമ്പോൾ 4 തരത്തിലാണത് സമൂഹത്തെ ബാധിക്കുക. ആത്യന്തികമായി അത് അവളെ തന്നെയാണ് ബാധിക്കുക. രണ്ടാമത് കുഞ്ഞുങ്ങളെ, പിന്നീട് കുടുംബത്തെയും, അത് കഴിഞ്ഞ് സമൂഹത്തെയും. അതുകൊണ്ട് തന്നെ സ്ത്രീ കുറ്റവാളികളുടെ എണ്ണം കുറവാണെങ്കിലും അത് നിസ്സാരമല്ല, ഗൗരവമുള്ളതാണ്. കേരളത്തിന്റെ സമകാലിക അവസ്ഥ അതിനെല്ലാം അപ്പുറത്തേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ പോലീസിനെ കയ്യിലെടുക്കാമെന്നും കേസുകൾ അട്ടിമറിക്കാമെന്നുമുള്ള വിശ്വാസം വ്യാപകമായതാണ് കൂടുതൽ പേർ കുറ്റങ്ങളിലേക്ക് തിരിയുവാനുള്ള പ്രധാന കാരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ മാത്രമല്ല, സമ്പന്നരിൽ നിന്ന് പോലും വനിതാ കുറ്റവാളികൾ ഉടലെടുക്കുന്നുവെന്ന് എന്നതാണ് യാഥാർത്ഥ്യം. കോസ്മെറ്റിക്കുകളുടെയും ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും മറ്റും ആഡംബര വിപണി അവളുടെ ജീവിതത്തെ കടന്നാക്രമിക്കുമ്പോൾ പണം കണ്ടെത്താനായി വരും വരായ്മകൾ ഓർക്കാതെ അവൾ തെറ്റുകളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നു. വ്യഭിചാരവും പെൺവാണിഭവും ഗുണ്ടായിസവും കൊലപാതകവും വാഹന വായ്പാ മാഫിയയുമെല്ലാം റിസ്ക് ഉള്ളതാണെങ്കിലും അവൾക്ക് കൈനിറയെ പണം സമ്മാനിക്കുന്നതാണ്. നിത്യേന കൂടുന്ന പോക്കറ്റ് മണിയുടെ ആവശ്യത്തിനായി സഞ്ചരിക്കുന്ന ആഡംബര വാഹനങ്ങളിൽ മണിക്കൂറിന് വില പറഞ്ഞ് ശരീരം വിൽക്കുന്ന കേരളത്തിലെ സമ്പന്നകളും വിദ്യാസമ്പന്നകളുമായ വീട്ടമ്മമാരെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ തിരഞ്ഞെടുക്കാൻ അവൾ മടിക്കുന്നില്ല. ഇനിയുമേറെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുവാനുണ്ട് ഞങ്ങൾക്ക്. സിനിമാ മേഖലയിൽ നിന്നും മയക്കുമരുന്ന് ലോബികളിലേക്കും സെക്സ് റാക്കറ്റിലേക്കും എത്തി ജീവിതം വീണുടഞ്ഞു പോയ പലരുടെയും കഥകൾ, അജ്ഞതയുടെ മറവിൽ ആദിവാസി മേഖലകളിൽ നടക്കുന്ന ചൂഷണങ്ങൾ, അങ്ങനെ പറയുവാൻ ഇനിയുമേറെയുണ്ട്. സ്ത്രീകളെ കുറ്റകൃത്യങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഘടകം പലപ്പോഴും കൂടുതൽ പണം എന്ന അത്യാഗ്രഹമാണ്. ഒപ്പം എല്ലാ കാലത്തും എല്ലാത്തിനെയും വെല്ലുവിളിച്ച് നിയമത്തിന് അതീതയായി സ്ത്രീ എന്ന ലേബലിൽ കഴിയാമെന്ന മിഥ്യാധാരണയും. എന്നാൽ ആ വിശ്വാസങ്ങൾക്ക് അവൾ പിടിക്കപ്പെടും വരെയുള്ള ആയുസ്സേ ഉള്ളുവെന്നതാണ് കുറ്റവാളികൾ ഓർക്കാതെ പോകുന്നത്. ഒരു കുറ്റവും എല്ലാ കാലത്തേക്കും മൂടിവെക്കപ്പെടുന്നില്ല. ഒരാൾക്കും എന്നേക്കുമായി നീതിയെയും നിയമത്തെയും ഒളിച്ച് രക്ഷപ്പെടാനുമാവുന്നില്ല. ദൈവത്തിൻ്റെ ഒരു അടയാളം എല്ലാ കുറ്റകൃത്യങ്ങളിലും തെളിഞ്ഞിരിപ്പുണ്ടാവുമെന്ന് ഓർക്കുക.